ദൈവ തിരുനാമത്തിന് മഹത്വം. ദൈവിക പദ്ധതി എന്നുള്ള വിഷയത്തിൽ യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിലെ ചില പ്രധാനമായ കാര്യങ്ങളെ ഞാൻ ആമുഖമായിട്ടൊന്ന് പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളത് കുറച്ച് പഠിച്ചു. എന്നാൽ ഒന്നാമത്, ദൈവം തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി യോനയെ തെരഞ്ഞെടുത്ത് അതിൻ്റെ ഒരു പാത്രമായി അല്ലെങ്കിൽ ഒരു പങ്കുകാരനായി നിയോഗിക്കുകയാണ്. ആ നിയോഗത്തെ യോന എപ്രകാരമാണ് ആ നിയോഗത്തോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 2 നിയോഗങ്ങളെ അവിടെ കാണുവാൻ കഴിയും. ആദ്യത്തെ നിയോഗം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. ആദ്യ നിയോഗത്തോടുള്ളതായ യോനയുടെ പ്രതികരണം എന്ന് പറയുന്നത് അനുസരണക്കേടായിരുന്നു. കാരണം ദൈവം നിനവ എന്ന് പറയുന്ന പട്ടണത്തെ രക്ഷിപ്പാനായി 1,20,000 ചില്ലുവാനും ആൾക്കാരുള്ളതായ പട്ടണത്തെ രക്ഷിക്കണമെന്ന ചിന്ത, പദ്ധതി, പ്ലാൻ ദൈവം ഇടുമ്പോൾ അതിലൊരു മുഖാന്തരമാകുവാനായിട്ടാണ് യോനയെ തിരഞ്ഞെടുത്തത്. എന്നാൽ ആദ്യത്തെ നിയോഗത്തിൽ യോന പൂർണ്ണമായും അതിനെ നിരസിക്കുന്നതായ അനുസരണക്കേട്, നിനവയിലേക്ക് പോകുവാൻ പറയുമ്പോൾ തർശീശിലേക്ക് ഓടിപ്പോകുന്ന കപ്പൽ കൂലി കൊടുത്ത് കപ്പലിൽ കയറി പോകുന്നതായ യോനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. രണ്ടാമതായിട്ട്, ഈ അനുസരണക്കേടിന് ദൈവം ഒരു ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ശിക്ഷയിൽ യോന ഒരു പാഠം പഠിച്ചുകൊണ്ട് യോന ദൈവത്തോട് നിലവിളിക്കുക. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ച് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ആരെയും നശിപ്പിക്കുവാനോ വെട്ടിക്കളയുവാനോ ഇഷ്ടപ്പെടുന്നവനല്ല. വീണ്ടും വീണ്ടും അവസരങ്ങളെ കൊടുത്ത് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നവൻ്റെ നല്ല മക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ അകൃത്യങ്ങളും അതിക്രമങ്ങളും ദൈവസന്നിധിയിൽ അതിനെ ഏറ്റുപറയാതെ മറുതലിച്ച് ജീവിക്കുന്നവരാണ് ശിക്ഷാവിധിയിലേക്ക് പോകുന്നത്. ദൈവം എല്ലാവർക്കും വീണ്ടും വീണ്ടും, അതുകൊണ്ടാണല്ലോ നിനവെ പട്ടണത്തെ ദൈവം രക്ഷിപ്പാൻ ഒരു തീരുമാനമെടുത്ത് അവരെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ച ദൈവം അവർക്കൊരവസരം കൊടുക്കുകയാണ്. ആ അവസരത്തിൽ അവർ മാനസാന്തരപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യോന എന്താ ചെയ്തത്? അനുസരണക്കേടിൻ്റെ ഫലമായി അവനൊരു ശിക്ഷ ദൈവം കൊടുക്കുന്നു. ആ ശിക്ഷയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. വീണ്ടും യോനയെ വിടുവിക്കുക, ഒരു വിടുതൽ കൊടുത്തിട്ട് രണ്ടാമത് വീണ്ടും അതേ നിയോഗം നൽകി രണ്ടാമത് അയക്കുന്നതായ ഒരവസ്ഥ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അതവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ യോന പൂർണ്ണ മനസ്സോടല്ലേ എങ്കിലും ദൈവം കൊടുത്ത ദൂതിനെ നിനവയിൽ പോയി അറിയിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പകുതി മനസ്സോടെയോ മനസ്സില്ലാ മനസ്സോടെയോ അല്ലെങ്കിൽ അസൂയയോടെയോ ഒക്കെ ആണെങ്കിലും ആ ദൈവത്തെ ഭയന്നുകൊണ്ട് ദൈവം നൽകിയ സന്ദേശത്തെ നിനവയിലെ ജനങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അത് കേൾക്കുവാൻ അവർ വളരെ ഒരു ആകാംക്ഷയോട് ഇരുന്നത് പോലെയാണ് നമ്മളവിടെ കാണുന്നത്. അത് കേട്ട നിമിഷം തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം. രാജാവ് ഉൾപ്പെടെ കൽപ്പനകളെ പുറപ്പെടുവിച്ചുകൊണ്ട് അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനും മാനസാന്തരപ്പെടുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുമായിട്ടൊക്കെ അവർ സമയങ്ങളെ വേർതിരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ നിനവയിൽ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസമൊക്കെ അവർ പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരുമൊക്കെ ഒരുപോലെ രട്ടെടുത്തു. ആ വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. ആ ഒരു മാനസാന്തരം ദൈവത്തിൻ്റെ ആ ദൂതിനെ കേട്ടപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. ഇന്ന് പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഭയമോ പേടിയോ ഒക്കെ ഉണ്ടാകാറായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, ദൈവിക നിയോഗത്തിൽ, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ നമ്മളെ പങ്കാളികളാക്കുവാൻ ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? 2, നമുക്ക് ദൈവം ഇങ്ങനെ ഒരു ദൂത് നൽകുമ്പോൾ, നമ്മുടെ കുറവുകളെ കാണിച്ചുകൊണ്ടൊരു ദൂത് നൽകുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിനവേലെ ആൾക്കാർ അതിനെ സ്വീകരിച്ചു. ഇന്ന് അനേകർ അങ്ങനെയാണ്. ചിലർ വചനം കേൾക്കുമ്പോൾ അതെനിക്കാണ് എന്ന് ആത്മഭാരത്തോടെ ഏറ്റെടുത്ത് ചങ്ക് തകർന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ക്ഷമാപണം നടത്തും. അങ്ങനെയുള്ളവരെ ദൈവം രക്ഷിക്കും. ചിലർ പ്രസംഗങ്ങളും വചനങ്ങളും കേൾക്കുമ്പോൾ അതിനെ ഒരു മറുതലിപ്പോടെ കാണുകയും
അതെന്നെ കുത്തിപ്രസംഗിച്ചു എന്നുള്ളതൊക്കെ ആ ചിന്തയിലൂടെ അതിനോട് മറുതലിക്കുന്നതായ ഒരനുഭവത്തെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വീകരിക്കുന്നവരെ, അത് അംഗീകരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ രണ്ടാമത്തെ നിയോഗം യോന അനുസരിച്ചു. അതിനുശേഷം നിനവയിലെ ജനങ്ങളുടെ മേലുള്ളതായ ന്യായവിധിയിൽ നിന്ന് ദൈവം മാറുകയാണ്. അവരെ രക്ഷിപ്പാനായിട്ട് തീരുമാനിച്ചു. അവിടെ ജോനയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോനയ്ക്ക് ഇതെന്ത് സംഭവിച്ചു? അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ പറയുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാനുണ്ടായിരുന്നത്. എനിക്ക് നേരത്തെ ഇതിനെപ്പറ്റി അറിയാമായിരുന്നു. നീ അനുതപിക്കുന്നവനാ, അവരെ രക്ഷിക്കുന്നവനാ, എന്നെ പിന്നെ എന്തിനാണ് ഇതിലേക്ക് അയച്ചത്? ഒരു അസൂയയുടെ, അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ രക്ഷയിൽ ഉള്ള ഒരു അസൂയയാണ് ജോനെ ഇവിടെ നയിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയൊക്കെ ചില ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നിയോഗിച്ച് ചില സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ സമയം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ വാക്കുകൾ കൊണ്ടോ ഒക്കെ ചിലരെയൊക്കെ നേടുവാൻ വേണ്ടിയിട്ട്, രക്ഷിപ്പാൻ വേണ്ടിയിട്ട് ചിലയിടത്തൊക്കെ ദൈവം നമ്മളെ നിയോഗിച്ചാക്കിയിട്ടുണ്ട്. ആ നിയോഗത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? എനിക്കിപ്പോൾ സമയമില്ല, എൻ്റെ സമ്പത്ത് അതിനുവേണ്ടി കൊടുക്കുവാനില്ല, എനിക്ക് അവരോട് ഒരു ബന്ധവുമില്ല എന്നുള്ളതായ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിത്തീരും, അങ്ങനെയുള്ളതായ അസൂയയുടേതായ ഒരു അനുഭവം ഇന്ന് നമുക്കുണ്ടാകരുത്. മറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ എനിക്കും ഒരു പങ്കാകുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നമ്മൾ ചിലരെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു ദൈവിക നിയോഗത്തിൻ്റെ ഒരു ഭാഗവത്തായി നമ്മൾ മാറുകയാണ്. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളത് ചെയ്തില്ലെങ്കിലും ദൈവം ഒരുവനെ രക്ഷിപ്പാൻ തീരുമാനിച്ചാൽ ദൈവം അത് പൂർത്തിയാക്കും. പക്ഷെങ്കിൽ അവിടെ നമ്മൾ മറുതലിച്ചാൽ അതിൻ്റെ ദോഷം നമുക്കുണ്ടാകും. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും കാണുന്നു, ജോനയെ ദൈവം ശാസിക്കുന്നുണ്ട്. ദൈവം ചോദിക്കും, നിനക്ക് എന്തിനുകൊണ്ട് നീ ഇങ്ങനെ ഭാരപ്പെടുന്നു? കാരണം ഈ ജനം എൻ്റെ ജനമാണ്, അവരെപ്പറ്റി എനിക്ക് ഭാരമുണ്ട്. അതിനുശേഷം ആവണക്കിലൂടെയൊക്കെയും പുഴുവിലൂടെയൊക്കെ ദൈവം സംസാരിക്കുന്നു. ആവണക്ക് പുഴുവിനെ കൊണ്ട് ഉണക്കിക്കുമ്പോൾ യോനയ്ക്ക് അസ്വസ്ഥത വരുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, ഇന്നലെ കണ്ട ആവണക്ക് ചെടിയെപ്പറ്റി നിനക്ക് ഇത്രത്തോളം ഭാരമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യനെപ്പറ്റി എനിക്ക് എത്രത്തോളം ഭാരമുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരും, 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞ് കൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ആ ദൈവം തൻ്റേതായ സ്നേഹത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പഠിച്ച പോലെ നമ്മുടെ ദൈവം ആരാ? സ്വാർത്ഥതയുടെ ദൈവമല്ല, അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെ ദൈവവുമല്ല. ദൈവത്തിന് എല്ലാവരെയും രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ്. വീണ്ടും വീണ്ടും അവസരങ്ങളെ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു സ്വാർത്ഥതയില്ലാത്ത, നമുക്ക് വേണ്ടി എല്ലാം നൽകുവാനും നമ്മളെ വീണ്ടെടുക്കുവാനും മതിയായ ഒരു ദൈവമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് പഠിക്കുന്നതിലൂടെ ഈ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഒരു ഭാഗമാകുവാനായിട്ട് എനിക്കൊരവസരം ലഭിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? യോനയെ പോലെ മറുതലിക്കുന്നവരാകാതെ, പിറുപിറുക്കുന്നവരാകാതെ, അസൂയ പൂണ്ടുള്ളവരാകാതെ, മറിച്ച് ദൈവസന്നിധിയിലെ താഴ്മയുള്ളവരായി നമ്മളിലൂടെ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഓരോ നിയോഗങ്ങളിലൂടെ ഞങ്ങളെ അയക്കുമ്പോൾ കർത്താവ്, ഒരിക്കൽ പോലും ഞങ്ങൾ മറ്റുള്ളവരുടെ വിടുതലിൽ, ഉയർച്ചയിൽ അസൂയ തോന്നാതെ, കർത്താവെ, ഞങ്ങളൊരിക്കലും യോനയെപ്പോലെ മറുതലിക്കുന്നവരോ പിറുപിറുക്കുന്നവരോ കോപിക്കുന്നവരോ ആയിത്തീരാതെ, കർത്താവെ, നിരാശപ്പെടാതെ ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത എണ്ണുവാനും ദൈവിക നിയോഗത്തിൻ്റെ ഒരു പങ്കായി ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഭൂമി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾ